ഗൈസ് അപ്പോൾ ഈ സാധനം ഇളകി വന്നു ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സ് ചോദിച്ചാണ്. ഓരോ വീഡിയോയിലും വന്നിട്ട് അവർ തന്നെ കമൻറ്റ് റിപ്പീറ്റഡ് ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ ഉപയോഗിക്കുന്ന തമ്പിലി മേക്കിങ്ങിൻ്റെ ആപ്പ് ഏതാണ്, ഏത് ആപ്പിലാണ് പിക്സൽ നമ്മുടെ ടെക്സ്റ്റും കാര്യം കൊടുക്കുന്ന എഫക്റ്റ്, കളർ ഗ്രേഡിങ്, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാടധികം കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളെ ഒരു പ്രൊഫഷണലായിട്ട് തമ്പിലിന് എങ്ങനെ മേക്ക് ചെയ്യാം, അത് യൂസ് ചെയ്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ തമ്പിലി മേക്ക് ചെയ്യാം, അതും ഈസി വേയിൽ ഒരു കിടക്കാഴ്ച തമ്പിലി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് തമ്പിലിയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിരുന്നു ഞാൻ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത ന്യൂ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ബിഗ് ഹായ്. നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ വിളി എടുക്കുക. നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യാമറ. അപ്പോൾ ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കണം തന്നെ ആ വീഡിയോ കണ്ടന്റ് കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഫോട്ടോ നമുക്ക് വേണം. ഇപ്പം നമ്മളെ ഫോട്ടോ ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ആവാം. ഇപ്പം നമ്മൾ ആ ഫോട്ടോത്തിൻ്റെ ഒബ്ജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കും. ഇപ്പോൾ കേസ് ഇപ്പോൾ എന്നെ എടുക്കുന്നെങ്കിൽ എനിക്കിപ്പോൾ എഴുതേണ്ട സ്ഥലം വേണ്ട വരും കേസ്. ഇപ്പോൾ ഫോട്ടോത്തിൻ്റെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തേക്ക് നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് എഴുതാൻ സ്ഥലം വേണം. അപ്പോൾ നമ്മൾ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ ആയിട്ട് നമ്മൾ ഒരാൾ ഇരിക്കും. അപ്പോൾ അയാളുടെ സൈഡിലായിട്ട് നമ്മൾ എഴുതും. അങ്ങനെയാണ് മിക്ക വീഡിയോ തമ്മിലും കാര്യം ഞാൻ ചെയ്തിരുന്നത്. അതേപോലെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ട്യൂട്ടോറിയലും പറയാൻ പോകുന്നത്. ഇപ്പോൾ കേസ് ഫസ്റ്റ് ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുക. അങ്ങനെ വെച്ചാൽ ഞാനിപ്പം ഈ സൈഡിൽ ഇരുന്ന് നമുക്ക് ഈ സൈഡിൽ ഒരുപാട് എഴുതാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ സൈഡിലൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഒരുപാട് എഴുതാൻ പറ്റും. അങ്ങനത്തെ ഒരു സെക്ഷനായിട്ട് ഇരിക്കുക. അല്ലാതെ നടുക്കിയിട്ട് സൈഡിൽ എഴുതാൻ കുറച്ച് ഇടുക്കിയിട്ടൊക്കെ എഴുതേണ്ടി വരും. അതൊന്നും നടക്കില്ല കേസ്. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പം ഒരു സൈഡിൽ ഇരുന്ന് എടുക്കുക. അവിടെ ഫേസ് കാണിച്ചിട്ട് ഫോട്ടോ അതെങ്കിലും ആ പറയുന്നത് സൈഡിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഗൈസ്, അങ്ങനെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനത്തെ ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സ്നാപ്സീഡ് ആണ് ഗൈസ്. അപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്നാപ്സീഡ് ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് കളർ ഗ്രേഡിങ്, ഫിൽട്രേഷൻ, ബ്ലറിങ് സംഭവമൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് ഗൈസ്. അപ്പം അത് മാത്രമല്ല എൻ്റെ ഫോണിൽ കുറച്ച് ക്വാളിറ്റി കൂടുതൽ പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ക്വാളിറ്റി വെച്ചാൽ കുറച്ച് ബ്ലറായി കിട്ടും ഫോട്ടോസ് എടുക്കുമ്പം. അപ്പോൾ അത് മാത്രമല്ല കുറച്ചുകൂടി അധികം ബ്ലറാക്കാൻ വേണ്ടി സ്നാപ്സീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണം കമൻറ്റ് ചെയ്യുക കൈസ്. ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്നൊക്കെ നമ്മൾ കുറച്ച് കളർ ഗ്രേഡിങ് ഒക്കെ ഫസ്റ്റ് തന്നെ പോയി ചെയ്യും. അതിന് ശേഷം എന്ത് ചോദിച്ചാൽ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മുഖത്തെ പാടൊക്കെ കളയാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് വെളുപ്പിക്കുക അങ്ങനെ സംഭവങ്ങൾ എല്ലാം തന്നെ ചെയ്യും കൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു തമ്മിൽ പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ ബ്ലറിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈഡ് ഭാഗം ഒന്ന് ബ്ലർ ചെയ്യും. പിന്നെ കുറച്ച് ഇരുട്ടാക്കും. അങ്ങനെ വെച്ചാൽ കുറച്ച് എടുത്ത് കാണാം. നമ്മുടെ ടെക്സ്റ്റും കണ്ടന്റും കാര്യം ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി നമ്മൾ അവിടെ ഒന്ന് ഇരുട്ടാക്കും. ഫ്രണ്ട്സ്, ഇത് അങ്ങനെ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്നാപ്സീഡ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എഡിറ്റിംഗ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഇതിനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫോൾഡർ. അപ്പോൾ അതിൽ കയറി നമ്മുടെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. സ്നാപ്സീഡിൽ ഓപ്പൺ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഫോട്ടോ ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നേരത്തെ കാണിച്ച ഫോട്ടോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. നമുക്ക് എന്താ വെച്ചാൽ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൻ്റെ ഇപ്പറായിട്ട് നമുക്ക് ടൂൾസിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ ടേൺ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ടേണിങ് ഇമേജ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ഒരു ഫോട്ടോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കുക. നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ തൊടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പോസും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ സമയത്ത് എക്സ്പോസും കാര്യം കൂടാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എനിക്ക് ഇഷ്ടത്തിന് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അതേ ഫോട്ടോ പോലെ ആയിരിക്കും നിങ്ങളെ ഫോട്ടോ. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഡള്ളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ലുക്കാക്കി വെക്കുക ഗൈസ്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് മുമ്പിലെ ഫോട്ടോ നമ്മളിപ്പോൾ എഡിറ്റാക്കിയ ശേഷം ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സംഭവം ചെയ്യണം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഹീലിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മുഖത്തുള്ള പാട് അഥവാ ഇങ്ങനത്തെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ മറുക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊരു ഡോട്ടിൽ ഒരോടെ മെല്ലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. മുഖത്തുണ്ടെങ്കിൽ ഒന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൈഡായിട്ടൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലീൻ ഫേസ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ മുടിയൊക്കെ ഒന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊരു ആക്കിയൊരു സംഭവം തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചെറുങ്ങനെ വാല്യൂ കൊടുത്താൽ മാത്രം മതി. റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ട്. ഇപ്പം മുടി കുറച്ച് പുറത്തേക്ക് വന്നാൽ തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ചൊന്ന് സ്റ്റൈലാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ തൊട്ടൊന്നും തകരാറും കരുതില്ല. അപ്പോൾ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോടും കൂടി ഇങ്ങനെ റീവൈഡ് അടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വെച്ചാൽ മുമ്പിലെ ഫോട്ടോ ബാക്കിലെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത ശേഷം ഫോട്ടോ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കും. ഫ്രണ്ട്സ് ഫോട്ടോ കാണാൻ ശേഷം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ ഒക്കെ ഏകദേശം നല്ല രീതിയിൽ ലുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഡാർക്കായ മുഖത്തുള്ള പോർഷൻ അല്ലെങ്കിൽ സൈഡൊക്കെ ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് ഡാർക്ക് വെച്ചാൽ പക്ഷേ നമുക്കൊന്ന് സൂം ചെയ്ത് നമുക്ക് അവിടെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഡാർക്ക്നെസ് കളഞ്ഞിട്ട് കുറച്ച് വൈറ്റ്നെസ് ആക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നമ്മൾ ബ്ലറിങ് ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈഡ് ഭാഗം അധികം ബ്ലറാക്കണമെങ്കിൽ അവിടെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലറിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ സെറ്റാക്കുക. അധികം ബ്ലറൊന്നും വേണ്ട കേസ്. അപ്പോൾ കുറച്ച് ബ്ലർ മാത്രമേ വേണ്ടൂ. അതിന് ട്രാൻസിഷനൊക്കെ കുറച്ചധികം തന്നെ ഇട്ടോ ചെയ്ത് അപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അവസാനമില്ലേ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ആക്കുന്ന സംഭവം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര ബ്ലാക്ക് കൂട്ടണോ കുറക്കണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോട്ടോ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സേവ് ആക്കാവുന്നതാണ് ഈ ഫോട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ മുമ്പുള്ള ഫോട്ടോത്തിലങ്ങോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ. നമുക്കൊന്ന് വ്യൂ ചെയ്ത് നോക്കാൻ കഴിയും. അപ്പോൾ ഇതാ നല്ലൊരു ഫോട്ടോ നല്ലൊരു മാറിയിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ആദ്യം എടുത്തൊരു ഫോട്ടോ. നമ്മൾ എഡിറ്റ് ആക്കിയ ശേഷം എങ്ങനെയായിട്ട് മാറി നിങ്ങൾ നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സ്നാപ്സീഡ് വഴി. അതിനുശേഷമാണ് നമ്മുടെ തമ്മിൽ മെയിനായ സംഭവം പിക്സ് ആർട്ട് എന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ് കയറും. ഇതിൽ തന്നെ സേവ് ആക്കിയ ശേഷം നമ്മൾ പിക്സ് ആർട്ടിലേക്കാണ് ഡയറക്റ്റ് അടുത്തതായിട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ പിക്സാർട്ട് പോയാൽ പിന്നെ അവിടെ നിന്ന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. കാര്യം വെച്ചാൽ എന്താണ് വീഡിയോ കണ്ടൻറ്റ്, അതിൻ്റെ ടെക്സ്റ്റും കാര്യം കൊടുക്കണം. അതിനുശേഷം അവിടെ എന്ത് ഇമോജി കാണോ, ഫോട്ടോ വേണോ, ടെക്സ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ തന്നെ നല്ലൊരു ഫിൽട്രേഷൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നത് നമ്മുടെ പിക്സാർട്ടിലെ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ പിക്സാർട്ടിൽ എങ്ങനെ നമ്മുടെ തമ്മിൽ അവസാനം സെറ്റാക്കി എടുക്കുന്ന വീഡിയോ നിങ്ങൾ നേരെ കണ്ടിട്ട് പോവാം. ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഗിവ് അവേ വീഡിയോ തമ്മിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തമ്മിലാണ് ഇത് നമുക്ക് അതായത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനിലേക്ക് കയറാം. നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ നമുക്ക് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനിൽ കയറിയിട്ട് താഴെയായിട്ടൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആക്കിയ ഫോട്ടോ നമുക്ക് ഇവിടെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് എഡിറ്റ് ആക്കിയ ഫോട്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ഇനി അടുത്ത ഓപ്ഷൻ കയറേണ്ടത്. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പെസ്സിൻ്റെ ആയതുകൊണ്ട് നമ്മൾ പെസ്സെന്ന് എഴുതാണ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത്. പെസ്സെന്ന് എഴുതിയിട്ട് നമ്മുടെ വലിയ രീതിയിൽ പെസ്സെന്ന് എഴുതുക. അപ്പോൾ വീഡിയോ കണ്ടൻറ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പെസ്സിൻ്റെ ഒരു അക്കൗണ്ട് ഗിവ് അവേ ആണ്. അപ്പോൾ പെസ്സ് എന്ന് ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക. അപ്പം പെസ്സെന്ന് എഴുതിയിട്ടൊന്ന് ഒരു വലിയ ബോൾഡായ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു തെറ്റടിച്ചിട്ട് നമുക്ക് ഇത് കളയാനും നമുക്കിത് റൊട്ടേഷൻ ചെയ്യാനും ഇത് വലുതാക്കാൻ ചെറുതാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വലുതാക്കാൻ ചെറുതാക്കാൻ പറ്റും. പിന്നെ അടിയിലൊരു സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് ഇടാൻ പറ്റും, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്ക് ഇടാൻ പറ്റും ഫോണ്ടിന്. അതിനുശേഷം നമുക്ക് ഇവിടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഷാഡോ കൊടുക്കണമെങ്കിൽ അടിയിലായിട്ട് ഷാഡോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടെ സെറ്റാക്കിയാൽ നമ്മുടെ ഫോണ്ടിന് ഒരു എടുപ്പ് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായിട്ട്, ബ്ലർ വെച്ചാൽ നമ്മൾ മുമ്പേ സ്നാപ്ചാറ്റ് നോക്കിയ ബ്ലറും നല്ല ഒരു അട്രാക്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അടുത്ത ഫോട്ടോ ഏതാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതെടുക്കുക. പെസ്സിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. അതിൽ ആഡ് ഫോട്ടോ എന്നിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടിയിലായിട്ട് ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ലോഗോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം, വലുതാക്കാം, ചെറുതാക്കാം ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചെറുതാക്കിയിട്ട് നമ്മുടെ പെസ്സിൻ്റെ ഇപ്പുറം തന്നെ നമ്മുടെ ലോഗോ കൊണ്ടേക്കാം. കാരണം വെച്ചാൽ അടുത്ത അട്രാക്റ്റിങ് കാണാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പെസ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെസ്സിൻ്റെ വീഡിയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പെസ്സിൻ്റെ ലോഗും കാര്യം കൊടുക്കുന്നത്. ആക്ച്വലി ബോർഡർ എന്നല്ലേ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ബോർഡർ കൊടുക്കാൻ പറ്റും, കുറച്ച് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസൈഡ് ബോർഡറാണ് ഞാൻ കൊടുത്തത്, ഒരു ബ്ലറായിട്ട് ഒരു ഇൻസൈഡ് ബോർഡർ കൊടുത്തു. അപ്പോൾ കുറച്ച് എനിക്കത് എടുപ്പായിട്ട് കാണുന്നില്ല, പക്ഷേ മങ്ങി കണക്കുണ്ട്. അപ്പോൾ ഞാനെന്നൊക്കെ വെച്ചാൽ ആദ്യം ഒരു ബോർഡർ കൊടുത്തു, ഒരു വൈറ്റ് ബോർഡർ പുറത്തായിട്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളഞ്ഞിട്ട് വൈറ്റ് ബോർഡർ കുറച്ച് പുറത്താക്കി കൊടുത്തപ്പം നല്ലൊരു എടുപ്പ് കാണുന്നുണ്ട് കേസ്. അപ്പോൾ ദൂരത്തിന് കുറച്ച് എടുപ്പ് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ അതൊക്കെ സെറ്റായി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ച് എടുപ്പുണ്ട് നമ്മുടെ ഫോട്ടോയും ബസ്സിൻ്റെ സംഭവമൊക്കെ. അപ്പം അടുത്ത് എഴുതാൻ പോകുന്ന അക്കൗണ്ട് ഗിവ് അവേ എന്ന് എഴുതണം നമുക്ക് അവിടെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ നോക്കിയതാണ് എന്താണ് എഴുതേണ്ടത്. അപ്പോൾ അക്കൗണ്ട് ഗിവ് അവേ എന്നാണ് എഴുതേണ്ടത്. അപ്പം അക്കൗണ്ട് ഗിവ് അവേ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അക്കൗണ്ട് ഗിവ് അവേ. അപ്പം ഗൈസ് അപ്പം അക്കൗണ്ട് ഗിവ് അവേ അടിച്ചിട്ടുണ്ട്. നമുക്കത് സേവ് ആക്കിയ ശേഷം നമുക്ക് ഇവിടെ ആയിട്ടൊരു ഒരു നീല കളർ സാധനം കാണാൻ പറ്റും നമ്മൾ സൈഡിലായിട്ട്. അത് പിടിച്ച് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാൻ നമ്മുടെ ഫോണ്ട് നേരെ നിൽക്കാൻ നമുക്ക് കുറച്ച് അടുപ്പിച്ച് എഴുതാൻ അങ്ങനെയൊക്കെ പറ്റുന്ന സംഭവമാണ് അത്. അതിനുശേഷം അടിയിലായിട്ടുള്ള ഫോണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കളർ ഓപ്ഷൻ സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ യെല്ലോ കൊടുക്കുക, യെല്ലോ കൊടുത്ത് നമുക്ക് ബ്ലാക്ക് നല്ലൊരു അട്രാക്ഷൻ കാണാൻ പറ്റും. ബ്ലാക്കും യെല്ലോവും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് തമ്മിലാക്കുമ്പോൾ ബ്ലാക്കും യെല്ലോ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ ഒരു എടുപ്പ് കാണുന്നുണ്ട്, റെഡിൽ പെസ്. അതിനുശേഷം നമുക്ക് സ്റ്റിക്കർ വേണമെങ്കിൽ അടിയിലായിട്ട് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റിക്കർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് ആവശ്യമുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇമോജി വേണമെങ്കിൽ അവിടെ ഇമോജി അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഇമോജി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ഇമോജി ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ഇമോജിയാണ് വേണ്ടത് അത് മുമ്പിലടിച്ച് അത് കൊടുത്താൽ നമുക്ക് ഇമോജി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു മുഖത്തിൻ്റെ ഒരു ഇമോജി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിവിടെ എവിടെ വെച്ചാൽ അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ബോർഡർ കൊടുക്കാം. അടിയിലായിട്ടുള്ള ഓപ്ഷനിൽ ബോർഡർ കൊടുത്താൽ നമുക്ക് നല്ലൊരു ബോർഡറിൽ ചെറുങ്ങനെ ഒന്ന് എടുത്ത് കാണുന്ന രീതിയിലാക്കാം. അതിനുശേഷം നമ്മുടെ പെസ്സിൻ്റെ നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ കാണുന്ന ഫോട്ടോ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്താൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ഇമോജിയും ഗിവ് അവേ അക്കൗണ്ടിൻ്റെ ഇമേജ് ആണെങ്കിൽ ഇപ്പോൾ എവിടെ കാണുന്നത് അതും കൂടെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു തമ്മിലും കാണാൻ പറ്റും. കാരണം പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിന് സൈഡിലായിട്ട് നമുക്ക് എല്ലാ എഴുത്തും കാര്യങ്ങളും ഇത്ര 2 ഫോട്ടോവും നമ്മൾ ഒരു 5-6 വാക്കും ഒരു ഇമോജി ഒക്കെ കൊടുക്കും. അത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ഒന്ന് സൈഡിലിരുന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ നല്ല കിടുക്കാശ് തമ്മിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഞാൻ തമ്മിൽ ഉണ്ടാക്കുന്ന വീഡിയോ. 3 ആപ്ലിക്കേഷനാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്യാമറ, ഒന്ന് സ്നാപ്സീഡ്, ഒന്ന് പിക്സാണ്. അങ്ങനെ 3 ആപ്ലിക്കേഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ തമ്മിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് മാത്രം ഉണ്ടാക്കിയ തമ്മിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനത്തെ തമ്മിൽ വെച്ചാൽ അങ്ങനത്തെ തമ്മിൽ വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം കുറച്ച് വീഡിയോ ലെങ്ത് കൂടിപ്പോയി കഴിച്ചു. അപ്പം ആ സ്ക്രീൻ റെക്കോർഡും കാര്യമൊക്കെ വന്നുകൊണ്ടാണ്. ബട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഫുള്ളി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തുടർന്ന് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കിടക്കാച്ച വീഡിയോ ഒക്കെ ആയി വീണ്ടും വരുന്നതും അജു സൈനിങ് ഔട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ള ചെങ്ങാനും പോകല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗിവ് അവേ, രണ്ടാമത്തെ ഒരു ഗിവ് അവേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്താണ് ഗിവ് വെച്ചാൽ FF അക്കൗണ്ടാണ് ഗിവ് അവേ വെച്ചാൽ നമുക്കിങ്ങനെ ആൾക്കാർ തരുന്നതാണ്. FF അക്കൗണ്ടാണ് ഗിവ് അവേ. എങ്ങനെ വെച്ചാൽ ഒരു ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് ഗിവ് അവേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ വീഡിയോ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഗിവ് അവേ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം സൈനിങ് ഔട്ട്.